ശരിക്കും ഇത് കഴിച്ചപ്പോൾ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പത്തിരിയും ചപ്പാത്തിയും ഒക്കെ രാത്രി എപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് എല്ലാവർക്കും തോന്നുന്നത് നൂഡിൽസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും കഴിക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഉണ്ടാക്കി കേട്ടോ. എന്നാൽ നമ്മളൊരു വലിയ പാക്കന്നെ വാങ്ങിയിട്ട് നമ്മൾ ഓയിലും വെള്ളമൊക്കെ വച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി ആദ്യം നമ്മൾ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോഴേക്കും അമ്മായി നമുക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചധികം തന്നെ ചിക്കനും വറുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള മുട്ടയും എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 5 മുട്ട ഉള്ളതുകൊണ്ട് ഒന്നായിട്ട് വേറൊരു പാത്രത്തിൽ ആദ്യം ഒന്ന് പൊട്ടിച്ച് വെച്ചേ. അതിനിടയിൽ നമ്മൾ നൂഡിൽസ് എല്ലാം വെന്ത് ഞാനതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ വീണ്ടും ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മാഗി ക്യൂബ് കൂടി ഇടുന്നുണ്ടല്ലോ. എന്തായാലും ഉണ്ടാക്കുമ്പോൾ അതൊരു കടയിൽ നിന്ന് വാങ്ങുന്നൊരു ടേസ്റ്റും കൂടിയും കിട്ടിയാൽ നല്ല അടിപൊളിയായിരിക്കുമല്ലോ. അങ്ങനെ ഇതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളിയും ഒരു ഇത്തിരി ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അധികം കുറച്ച് വേവുള്ള നമ്മളെ ബീൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാട്ടോ ഉമ്മ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇത് കഴിച്ചാൽ ഉമ്മ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. ഞങ്ങളെ വയറും മനസ്സൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ മുട്ട വേറൊരു പാത്രത്തിൽ ചിക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നൂഡിൽസ് ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യില്ല കേട്ടോ. വലിയ ടാസ്ക് ആയിട്ട് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ പാത്രമൊക്കെ മാറ്റി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ സുനീർഖാനെ കൊണ്ട് തന്നെ ഞങ്ങളൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉമ്മക്ക് 60 വയസ്സ്. ഉമ്മ പറഞ്ഞത് ഇത് കഴിച്ചിട്ട് ഞാൻ 60 കൊല്ലമായി ഇതുവരെ ഞാനിങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മമാർക്ക് ഇതുപോലത്തെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടം ഉണ്ടാവും കേട്ടോ. അപ്പം വല്ലപ്പോഴും അവരുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമായിരിക്കും.